ഹലോ, വെൽക്കം ബാക്ക് ടു അർണീഷ് വേൾഡ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോഴേ ഈ സ്നേഹത്തോടെ കൈയൊക്കെ പിടിച്ച് ആട്ടി ആട്ടി എങ്ങോട്ടാ നടന്നു പോകുന്നേ? എങ്ങോട്ടാ പോയേ? നമ്മള് ഇന്ന് കറങ്ങാനും കഴിക്കാനും പോയി. എവിടെ എവിടെ എവിടെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതെടുത്തിട്ട് നമുക്ക് ആദ്യം ഷോപ്പിംഗ് പോകണം. ഇത് മീൻസ് ട്രോളി എടുത്തിട്ട് ഞങ്ങൾ ലുലു മാളിൻ്റെ അകത്ത് കയറി. ഷോപ്പിംഗ് എന്ന് പറഞ്ഞ കാര്യമായിട്ട് ഷോപ്പിങ്ങിനൊന്നും പോയതല്ല കേട്ടോ. വീട്ടിലിരുന്ന് ബോറടിക്കുന്നെന്ന് പറഞ്ഞതിന് എല്ലാവരെയും കൊണ്ട് ലുലുവിൽ പോവാം. ലുലുവിൽ നമ്മൾ ഇന്നലെ അല്ലല്ലോ പോകാൻ തുടങ്ങിയത്. മാസത്തിൽ എങ്ങനെ പോയാലും ഒരു പ്രാവശ്യമെങ്കിലും ലുലുവിൽ പോവും. പിന്നെ ലുലുവിൽ പോയി കഴിഞ്ഞപ്പോൾ ശംഖുവിനായിരുന്നു ഇപ്രാവശ്യം ലുലുവിൽ പോകണം നിർബന്ധം. ലുലുവിൽ കൊണ്ടുപോയി ഇറക്കിയിട്ട് ഞാൻ പറഞ്ഞു, ശംഖു നമുക്ക് തിരിച്ചു പോയാലോ, ലുലുവിൽ വന്നില്ലേ? അപ്പം ശംഖു പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പം കൊണ്ടുപോയ എനിക്ക് വലിയ അജണ്ടയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പോയ ഇവർക്ക് നല്ല അജണ്ട ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഈ സെക്ഷനിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി വെറുതെ കറങ്ങി അടിച്ച് നടന്നു. ഫുഡ് ഐറ്റംസ് കുറച്ച് കഴിക്കാൻ അവരവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിരുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ കിഡ്സ് റൈഡ് സെക്ഷനിൽ നിന്ന് അവർ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അവിടെ സത്യാഗ്രഹം ഇരുന്നു. അങ്ങനെ സത്യാഗ്രഹം ഇരുന്നിരുന്ന് ചേട്ടന്മാർക്കും വലിയേട്ടന്മാർക്ക് 2 പേർ കൂടെ ഈ ഒരു ഐറ്റത്തിൽ കയറണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ. അന്നേരം ഞാൻ പഠിച്ചു വെച്ചിരുന്നു, പക്ഷെ ഇപ്പം മറന്നുപോയി. എന്തായാലും ഇതിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞത്, അമ്മേ ഇതിനകത്ത് ഗ്രാവിറ്റിയാണമ്മേ, ഗ്രാവിറ്റി. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിൽ കയറാൻ പേടിയാണ്. ഇവരെ കയറ്റാനും നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർ കയറിക്കോളാം, അവർക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഗ്യാരണ്ടിയിലാണ് കയറാൻ വിട്ടത്. പുറത്ത് നിന്ന ഞാൻ അക്ഷരാർത്ഥത്തിൽ പേടിച്ച് തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാനിതിനകത്ത് കയറി എക്സ്പീരിയൻസ് ഇല്ല, ഇതിനകത്ത് എന്തായിരിക്കുമെന്ന് അറിയുമില്ല. എന്തായാലും ഞാൻ പേടിച്ചിട്ടാണ് പുറത്ത് നിന്നത്. പക്ഷേ അവർ കുഴപ്പമുണ്ടായിരുന്നില്ല. അമ്മൂമ്മയും അവർ എൻജോയ് ചെയ്യുന്നതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുട്ടിപ്പട്ടാളങ്ങൾ 2 പേരും ഇവർ വലിയേട്ടന്മാരിറങ്ങിയിട്ട് വേണം ഇവർക്കടുത്തതിൽ കയറാൻ എന്നുള്ള ഒരു എയിമിൽ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ ഗ്രാവിറ്റി മിഷൻ, ഞാൻ പേരിട്ടതാണ്, ഗ്രാവിറ്റി മിഷനിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇറങ്ങി വരുമ്പോൾ അവരുടെ ആ മുഖമുണ്ടല്ലോ, അത് കാണാനാണ് ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാറ്. ഇറങ്ങി വരുന്ന വരവ് കണ്ടോ, വില്ലാളി വീരന്മാരായിട്ടൊരു യുദ്ധം ജയിച്ചിട്ട് വരുന്ന പോലെയൊക്കെയാണ് അവരുടെ വരവ്. അങ്ങനെ അടുത്ത 4 പേരും കൂടെ ഒരു അടുത്ത റൈഡിൽ കയറാൻ പോവാണ് കേട്ടോ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, എനിക്ക് നല്ല പേടിയുണ്ട് അന്നുവിനെയും കൂടെ കയറ്റി വിടാനായിട്ട്. പക്ഷെ അന്നു ആണ് കേട്ടോ എനിക്ക് ധൈര്യം തന്നത്. അമ്മേ, ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ വന്നിട്ടുള്ളതാണ്, ഞാൻ ഇതിലൊക്കെ കയറിയിട്ടുണ്ട്, എനിക്ക് കയറണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നു അമ്മൂമ്മയോട് ഞാൻ ചോദിച്ചു കേട്ടോ, കയറുന്നുണ്ട് കുട്ടികളുടെ കൂടെയെന്ന്. അപ്പോൾ അമ്മയ്ക്കും പേടിയായതുകൊണ്ട് കയറുന്നില്ല എന്ന് പറഞ്ഞു. എവിടെ, ഞാൻ താഴെ നിന്ന് അടങ്ങിയിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആര് കേൾക്കാൻ? അവരാകെ മൊത്തം ഒരു എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറച്ച് സ്പീഡിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. സ്പീഡായി നേരെ നോക്കിയിരുന്ന് തന്നെ അവര് കേൾക്കുമോ?
സാധനം. അടിപൊളി. മതി മതി, ഇനി വീട്ടിൽ പോവാം. നിനക്ക് ഇഷ്ടമുള്ള അമ്പലത്തിലൊക്കെ കയറിയില്ല? മതി മതി, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കപ്പലിലൂടെ കയറണമെന്ന്. കപ്പലിൽ കയറാൻ ശംഖുവും അന്നുവും കൂടെയാണ് കയറിയിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള സ്പേസിലൊക്കെ തന്നെയാണ് പോയിരിക്കുന്നത് കേട്ടോ. ആ കപ്പലിൻ്റെ അങ്ങേ തലക്കല്ലിൽ ശംഖുവും നടുക്കായിട്ടാണ് അന്നു ഇരുന്നത് കേട്ടോ. അങ്ങനെ അന്നു ആദ്യം ശംഖുവും തൊട്ട് പറയുന്നുണ്ട് കേട്ടോ. കഴുത്ത് തന്നെ എടുക്കുന്നു. ശംഖുവിൻ്റെ അന്നുവിൻ്റെയും നിർദ്ദേശങ്ങൾക്കൊടുവിൽ കുഞ്ച് താഴേക്ക് തന്നെ വന്നു കേട്ടോ. നന്നായിട്ട് ട്രൈ ചെയ്തു മുകളിലെത്താൻ, പക്ഷേ എന്തോ സ്ലിപ്പായി. വീണ്ടും ട്രൈ ചെയ്തിട്ട് നടന്നില്ല. ഇനി അടുത്ത സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് എറിഞ്ഞിടൽ. അയ്യേ, മൂന്നെണ്ണം വെറുതെ കൊണ്ട് കളഞ്ഞേക്കും. ഒരെണ്ണം കൊണ്ട്, രണ്ടെണ്ണം കൊണ്ട്, മൂന്നെണ്ണം കൊണ്ട്. 10 നീഡിലാണ് കേട്ടോ എറിയാനുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും നന്നായി ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല കേട്ടോ. എന്നാലും സാരമില്ല, അവരത്രയും ട്രൈ ചെയ്തില്ലേ. കണ്ടോ, ലുലുവിലോട്ട് കയറിപ്പോയപ്പോൾ എന്തായിരുന്നു സ്നേഹം. തിരിച്ചിറങ്ങി വന്നപ്പോഴും അടി പിടി ബഹളം. എങ്ങനെയുണ്ട്? അപ്പം ശരി, ഇത്രയേ ഉള്ളൂ കേട്ടോ.